ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് അനലോഗ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ 5th മൊഡ്യൂളിൻ്റെ ഡിസ്കഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ സിലബസ് വൈസ് ആയിട്ട് ഓരോന്ന് നോക്കാം. ഏതെങ്കിലും ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പോൾ നമ്മൾ ഇന്നലെ മൊഡ്യൂൾ 6 ആയിരുന്നു പറഞ്ഞിരുന്നത്. മൊഡ്യൂൾ 6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൊഡ്യൂൾ 5 വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. സോ മൊഡ്യൂൾ 5ൽ ജനറലി നമുക്ക് വരുന്നത് 2 ചാപ്റ്ററുകളാണ്. ഒന്ന് ഫേസ് മോഡുലേഷനും ഒന്ന് ആംഗുലർ മോഡുലേറ്റർ സർക്യൂട്ടും. ഞാൻ ഫേസ് മോഡുലേഷൻ്റെ ഒരു സിംഗിൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഓരോ ടോപ്പിക്കിനും ഓരോ വീഡിയോ വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഞാനത് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നിരിക്കുന്ന വീഡിയോ വെച്ചിട്ടത് റെഫർ ചെയ്യാം. ഓരോ ടോപ്പിക് ബൈ ടോപ്പിക്കായിട്ട് ഞാൻ കംപ്ലീറ്റ് നോട്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഈ PDF ഫയലാണ് കംപ്ലീറ്റ് നോട്ടായിട്ട് നമുക്ക് എടുക്കാവുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ മൊഡ്യൂൾ 6 ചെയ്ത പോലെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഡിസ്കഷനാണ് നമുക്ക് നോക്കുന്നത്. നമുക്ക് ചാപ്റ്റർ 1 ആദ്യം പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ഫേസ് മോഡുലേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഫേസ് മോഡുലേഷൻ എന്താണ്, ഫേസ് മോഡുലേഷൻ്റെ ഡെഫിനേഷൻ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. കമ്പാരിസൺ ഓഫ് FM ആൻഡ് PM ടോപ്പിക് 2. FM-ൻ്റെയും PM-ൻ്റെയും കമ്പാരിസൺസ് നമ്മൾ പറഞ്ഞു. 10 പോയിന്റുകൾ അല്ലേ. ഇപ്പോൾ PM-നെ കുറിച്ച് തിയറി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഫേസ് മോഡുലേഷൻ്റെ ഈ 10 പോയിന്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്താലും മതി. പിന്നെ നിങ്ങൾ നോക്ക്, അടുത്ത ടോപ്പിക്കാണ് ഡിജിറ്റൽ ഫേസ് മോഡുലേഷൻ. ഡിജിറ്റൽ ഫേസ് മോഡുലേഷനിൽ നമ്മൾ പഠിച്ചത് എന്താണ് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് BPSK, അതിൻ്റെ വേവ് ഫോമും അതിൻ്റെ ജനറേഷനും ഒക്കെ പഠിച്ചു. പിന്നെ നമുക്ക് ഇത്രയായിരുന്നു ചാപ്റ്റർ 1 വന്നത്. ചാപ്റ്റർ 2 നമ്മൾ പഠിച്ചത് ഫസ്റ്റ് FM മോഡുലേറ്റേഴ്സ് പഠിച്ചു. 2 ടൈപ്പ് FM മോഡുലേറ്റേഴ്സ് ആണ്. ഒന്ന് വരാക്ടർ ഡയോഡും ഒന്ന് FETയും. സോ വരാക്ടർ ഡയോഡ് FM മോഡുലേറ്റർ നമ്മൾ പറഞ്ഞു. വരാക്ടർ ഡയോഡിൻ്റെ റോൾ എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ വരാക്ടർ ഡയോഡ് FM മോഡുലേറ്റർ എങ്ങനെയാണ് നമ്മൾ FM മോഡുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സർക്യൂട്ട് പറഞ്ഞു, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. നമുക്കൊരു ടോപ്പിക് ഉണ്ട് ട്രാൻസിസ്റ്റർ FM മോഡുലേറ്റർ. ഞാനിതിങ്ങനെ കുറേ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഞാനിതിൻ്റെ ക്ലാസ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. സോ ട്രാൻസിസ്റ്റർ FM മോഡുലേറ്റർ അല്ലെങ്കിൽ FET റിയാക്റ്റൻസ് മോഡുലേറ്റർ എന്നുള്ളൊരു ടോപ്പിക്കും കൂടി ഇതിലുണ്ട്. നമ്മൾ ശരിക്കും ഈ സിലബസിൽ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നു FET റിയാക്റ്റൻസ് മോഡുലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. നമുക്കൊന്നും കൂടി നോക്കാം. ഞാനതിൻ്റെ വീഡിയോ എനിക്കൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. എന്താണ് ഈ കീവേഡ് നിങ്ങൾക്ക് അറിയാം, FET റിയാക്റ്റൻസ് മോഡുലേറ്റർ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളൊരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ് FM ജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനാണ് FET റിയാക്റ്റൻസ് മോഡുലേറ്റർ എന്ന് പറയുന്നത്. ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ നമുക്കെന്താ അറിയാം, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിന് 3 ടെർമിനൽസ് വരും. ഒരു ഗേറ്റും ഒരു ഡ്രെയിനും ഒരു സോഴ്സും. സോ നിങ്ങൾ നോക്കി, ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. സോ വളരെ ക്ലിയർ ആണ്. ഇവിടുത്തെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ്. 2 ബേസിക് കോൺസെപ്റ്റിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ഒന്ന് നമുക്കറിയാം ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും എന്താണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ പ്രത്യേകത, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വിൽ ബി ഇക്വാലന്റ് ടു 2πfL. അതായത് ഇൻഡക്ടറിൻ്റെ 2πfL എന്ന് പറഞ്ഞാൽ, F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസ്. സോ വളരെ ക്ലിയർ ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കൂടും, അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഫോമുലയാണ്. ഇതുപോലെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC = 1/2πfC. അതായത് വളരെ ക്ലിയർ ആണ്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും, അല്ലെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം. ഇതിൽ XC എന്ന് പറയുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസും F എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയും C എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസും ആണ്. നേരത്തെ ഇക്വേഷനിൽ XL എന്ന് പറഞ്ഞ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും F എന്ന് പറഞ്ഞ ഫ്രീക്വൻസിയും L എന്ന് പറഞ്ഞ ഇൻഡക്റ്റൻസും ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലാണ് റിയാക്റ്റൻസ് മോഡുലേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് 3 കണ്ടീഷൻസ് വരാം. ഫസ്റ്റ് കണ്ടീഷൻ XCയും XLും ഈക്വൽ ആവുന്ന കണ്ടീഷൻ റിയാക്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ റെസണൻസ് എന്ന് പറയാം. റെസണൻസ് XC > XL ആവുന്ന കണ്ടീഷൻ വരാം. സോ ഈ സമയത്ത് ഇതൊരു കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യും. XL > XC എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ഈ സമയത്ത് ഇതൊരു ഇൻഡക്ടറായിട്ട് ആക്ട് ചെയ്യും, നമുക്കറിയാം. സോ വളരെ ക്ലിയർ ആണ്. നമുക്ക് ഇവിടുത്തെ ലോജിക്ക്, നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത് ഈ AB എന്നുള്ള ടെർമിനലിന് അക്രോസ് ആയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ പറയുന്നുണ്ട്, ഇറ്റ് ബിഹേവ്സ് എ റിയാക്റ്റൻസ് ടെർമിനൽ AB. The terminal AB of the circuit may be connected across the tuned circuit of the oscillator to get FM output. The varying modulating voltage across AB changes the reactance of FET.
This change in reactance can be inductive or capacitive. By varying the modulating voltage across FET, the operating point can be changed, hence varies the capacitance. The change in capacitance will change the frequency of oscillator. വളരെ ക്ലിയർ ആണ് ഇതിൽ പറയുന്നത്. നമ്മൾ എ ബി എന്നുള്ള ടെർമിനലിന് അക്രോസ് ആയിട്ടാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കുന്നത്. സോ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇപ്പോൾ നമുക്ക് മോഡുലേറ്ററിൻ്റെ ബേസിക് വർക്കിംഗ് ഇത്രേ ഉള്ളൂ. നമ്മളൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കും, ഒരു കാരിയർ സിഗ്നൽ കൊടുക്കും. ഈ മോഡുലേറ്റിംഗ് സിഗ്നലും കാരിയർ സിഗ്നലും കമ്പയർ ചെയ്തിട്ട് എഫ് എം ജനറേറ്റ് ചെയ്യും. എഫ് എം എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കൂടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇതിൻ്റെ ഫ്രീക്വൻസി കുറയും. ഇങ്ങനെയാണല്ലോ എഫ് എം വേവ് ഫോം വരിക. ഇതുപോലെ നമ്മളൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കും. നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കുന്നത് എ ബിക്ക് അക്രോസ് ആയിട്ടാണ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ദ വേരിയിങ് മോഡുലേറ്റിംഗ് വോൾട്ടേജ് അക്രോസ് എ ബി ചേഞ്ചസ് ദി റിയാക്ടൻസ് ഓഫ് എഫ് ഇ ടി. അപ്പോൾ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കുകയാണ്. നമുക്കറിയാം എഫ് എം സിഗ്നലിൽ കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടും. മോഡുലേറ്റിംഗ് സിഗ്നൽ കൂടുന്നതിനനുസരിച്ച്, മോഡുലേറ്റിംഗ് സിഗ്നൽ കുറയുന്നതിനനുസരിച്ച് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് മൊത്തം സർക്യൂട്ടിൻ്റെ റിയാക്റ്റൻസിൽ ചേഞ്ച് വരും. സോ റിയാക്റ്റൻസ് മേ ബി അത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആവാം, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആവാം. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ എന്താവും സംഭവിക്കുക? ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിട്ട് മാറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫ്രീക്വൻസി കൂടും. ഇതാണ് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പറയുന്നത്. സപ്പോസ് ഇറ്റ് ബിക്കം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് ഇക്വാലൻ്റ് ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് ഇക്വാലൻ്റ് ആവുകയാണെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യും? അപ്പോൾ വളരെ ക്ലിയർ ആണ്. ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മോഡുലേറ്റിംഗ് സിഗ്നൽ അനുസരിച്ച് ഇതിന് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ പ്രോപ്പർട്ടി വരാം. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എഫ് എമ്മിൻ്റെ ഫ്രീക്വൻസി കൂടും, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. അടുത്ത കണ്ടീഷൻ, നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മേ ബി ഇത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് ഇക്വാലൻ്റ് ആവാം. കപ്പാസിറ്റീവ് റിയാക്റ്റൻസിന് ഇക്വാലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന പ്രോസസ്സ് ഇവിടുത്തെ ഫ്രീക്വൻസി 1/, ആയതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി കുറയും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഫ്രീക്വൻസി കൂടുന്ന കണ്ടീഷൻ ഇൻഡക്ടറും ഫ്രീക്വൻസി കുറയുന്ന കണ്ടീഷൻ കപ്പാസിറ്ററുമായിട്ട് ആക്ട് ചെയ്യും. ഈ രീതിയിലാണ് എഫ് ഇ ടി റിയാക്റ്റൻസ് മോഡുലേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ബൈ വേരിയിങ് ദി മോഡുലേറ്റിംഗ് വോൾട്ടേജ് അക്രോസ് എഫ് ഇ ടി ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ക്യാൻ ബി ചേഞ്ച്ഡ്, ഹെൻസ് വേരീസ് ദി കപ്പാസിറ്റൻസ്. മോഡുലേറ്റിംഗ് സിഗ്നൽ കൂടുന്നതനുസരിച്ച് ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റൻസിൽ വ്യത്യാസം വരും. ഈ കപ്പാസിറ്റൻസിനനുസരിച്ച് ഫ്രീക്വൻസി കൂടും കുറയും. ഇതാണ് ബേസിക്കായിട്ട് എഫ് ഇ ടി റിയാക്റ്റൻസ് മോഡുലേറ്ററിൻ്റെ വർക്കിംഗ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞിട്ടില്ലായിരുന്നു, അതായത് ജസ്റ്റ് അത് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് പഠിക്കുക എഫ് ഇ ടി റിയാക്റ്റൻസ് മോഡുലേറ്റർ. ഓക്കെ, ഞാനിത് നിങ്ങൾക്ക് ഇതിൻ്റെ PDF ഫയൽ ഷെയർ ചെയ്യാം. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതായിരുന്നു. പിന്നെ നമ്മൾ പഠിച്ച അടുത്ത ടോപ്പിക്ക്, അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത് എന്താണ്? PM പറഞ്ഞു, ഡിജിറ്റൽ PM പറഞ്ഞു, അതുപോലെ FM ഉം PM ഉള്ള കമ്പാരിസൺ പറഞ്ഞു, വരാക്ടർ ഡയോഡ് പറഞ്ഞു, എഫ് ഇ ടി റിയാക്റ്റൻസ് മോഡുലേറ്റർ പറഞ്ഞു. ആറാമത്തെ ടോപ്പിക്ക് ഇൻട്രൊഡക്ഷൻ ടു FM ട്രാൻസ്മിറ്റർ. FM ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ മെത്തേഡ്സ് ഉണ്ട്, അതിൽ ഫ്രീക്വൻസി മൾട്ടിപ്ലയറിന് മിക്സറിന് റോൾ എന്താണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ടോപ്പിക് നമ്പർ 7 ഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ, ഫ്രീക്വൻസി സ്റ്റെബിലൈസ്ഡ് FM ട്രാൻസ്മിറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്. ഇതേ സർക്യൂട്ട് നമ്മൾ 6ാമത്തെ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്, AFC പഠിച്ച സമയത്ത്. പിന്നെ നിങ്ങൾ നോക്കുക 8ാമത്തെ ടോപ്പിക്ക് അനലോഗ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 8ാമത്തെ ടോപ്പിക്ക് വരുന്നത് ഇൻഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ, അത് FM യൂസിങ് PM. സോ എങ്ങനെയാണ് നമ്മൾ ഫേസ് മോഡുലേഷൻ യൂസ് ചെയ്തിട്ട് ഫ്രീക്വൻസി മോഡുലേഷൻ ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ ലെക്ചറിൽ പറഞ്ഞത്. അടുത്താണ് 9ാമത്തെ ടോപ്പിക്ക്, ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് FM ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി 2 ക്ലാസ് ആയിട്ടാണ് ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM എടുത്തിരിക്കുന്നത്. ഈ ബ്ലോക്ക് ഡയഗ്രം വെച്ച് നമ്മൾ ഫുൾ എക്സ്പ്ലനേഷൻ പറഞ്ഞു, ഓരോ ബ്ലോക്കിൻ്റെ റോള് പറഞ്ഞു, ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM. അപ്പോൾ ഇത്രയാണ് നമുക്ക് 5th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇതിന് പുറമെ നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നോക്കാം എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇതുവരെ ചോദിച്ചിരിക്കുന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ്, ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, യൂസിങ് എക്സ്പ്രഷൻ കമ്പയർ FM ആൻഡ് PM ഷോ ദാറ്റ് FM മേ ബി ജനറേറ്റഡ് യൂസിങ് PM. 5 മാർക്കിന് May 2019 വെച്ച ക്വസ്റ്റ്യൻ ആണ്. ഷോ ദ ഇക്വാലൻസ് ബിറ്റ്വീൻ FM ആൻഡ് PM, എക്സ്പ്ലെയിൻ ഹൗ FM ഈസ് ഒബ്റ്റെയിൻ ഫ്രം PM. അപ്പോൾ FM ഉം PM തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ എഴുതണം. അതുപോലെ FM നിന്ന് എങ്ങനെയാണ് PM വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ FM ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് 3 എക്സാമിന് ചോദിച്ചതാണ്. December 2018, April 2018, July 2017.
അടുത്താണ് വിത്ത് ദി ബ്ലോക്ക് ഡയഗ്രം എക്സ്പ്ലെയിൻ ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് എഫ് എം. ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് എഫ് എം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു. മെയ് 2019 ഡിസംബർ 2018 റിപ്പീറ്റഡ് ആയിട്ട് 10 മാർക്കിന് വെച്ച ക്വസ്റ്റൻ ആണ്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് വരാക്ടർ ഡയോഡ് എഫ് എം മോഡുലേറ്റർ. വരാക്ടർ ഡയോഡ് എഫ് എം മോഡുലേറ്റർ നമ്മൾ പറഞ്ഞാണ് 10 മാർക്കിന് മെയ് 2019, ഡിസംബർ 2018, ഏപ്രിൽ 2018, ജൂൺ 2007. ഇതാണ് വരാക്ടർ ഡയോഡ് മോഡുലേറ്റർ ചോദിച്ചിരിക്കുന്നത്. 4 ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. 5 ക്വസ്റ്റ്യൻ പേപ്പറാണ് ആകെ ഉള്ളത്. 4 ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്താണ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് ഓഫ് ജെഫെറ്റ് റിയാക്ടൻസ് മോഡുലേറ്റർ. നമ്മളിപ്പോൾ പറഞ്ഞു ജെഫെറ്റ് റിയാക്ടൻസ് മോഡുലേറ്റർ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മതി. 10 മാർക്കിന് മെയ് 2019, ഡിസംബർ 2018, ഏപ്രിൽ 2018, ജൂലൈ 2017. 4 തവണ ചോദിച്ചതാണ്. ഡ്രോ ദി ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എഫ് എം ട്രാൻസ്മിറ്റർ യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ് ആൻഡ് എക്സ്പ്ലെയിൻസ് വർക്കിംഗ്. ഏപ്രിൽ 2018 ജൂൺ 2017 ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആംസ്ട്രോങ് മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റി എക്സാമിന്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ 6 ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്ട്രാ പഠിച്ച FET റിയാക്ടൻസ് മോഡുലേറ്റർ നിങ്ങൾ സ്പെഷ്യലായിട്ട്